എടാ ഇതാടാ ഡാനി ചാറ്റ്. കൊറേ പേര് കണ്ടിട്ടുണ്ടല്ലോ, നമ്മളെ ഡാനിയാണിത്. കൊറേ പേര് കാണാത്തവരുണ്ടാവും. മറ്റേ നമ്മളെ ടക്കായിന്റെ ഒക്കെ ഒപ്പം ഉണ്ടാവില്ല, കുണ്ടി ടക്കായിന്റെ ഒപ്പം സ്കാമർ ഡാനി. ഇത് പിന്നെ അത് ഷാലൂറക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ പറയണത്. ഡാനി ഞാൻ എനിക്കൊന്നും ചെയ്തണ്ട, നീ ചിലപ്പോ ഡാനിക്ക് ചെയ്തെടുത്താ മതി. ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് എന്താ ചെയ്തില്ല. എന്നിട്ട് ചാവില്ല. എടാ എന്നാ എന്താടാ ഉസ്മാനെ കുടുക്കിയതാണ് അപ്പുറത്ത്. കുൽസിതങ്ങളാണ്. കൊറേ വീഡിയോ ഉണ്ട്. എത്ര ആൾക്കാരെ വീഡിയോ ഇറക്കിയെന്ന് അറിയാം. എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ മാരേജ് എന്ന് പറഞ്ഞത്, മനസ്സിലായ? കാലും കജൊക്കെ വേദനിച്ചിട്ടേ ഇതെങ്ങനെ എങ്ങനെയും കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലെത്തും. ഫേക്ക് ബ്രോ, AI ഫോട്ടോസ്. ഇത് ഞാൻ കണ്ടു കുറച്ച് ഏതെന്റെയും ഇത് ഞാൻ കണ്ടതാ. എലൈറ്റ് ഗ്യാങ് ബെനിഫിറ്റ്സ്. എലൈറ്റ് ഗ്യാങ്സിന് മാത്രം ഇനി മുതൽ സെർവറിൽ 40 ഗ്യാങ്സിലോട്ടായിരിക്കും. അത് ഒരു പ്രിവിലേജ്, അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രിവിലേജ്. രണ്ടാമത്തെ പ്രിവിലേജ്, ബാക്കിയുള്ള ഗ്യാങ്ങുകളെല്ലാം അവർക്ക് ഒരു സെറ്റ് ഓഫ് എമൗണ്ട് വീക്കിലി. പുതിയ എക്കണോമിയിൽ ഞാൻ 5 ലക്ഷം ബ്ലാക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഗ്യാങ്ങും 5 ലാക്ക് ബ്ലാക്ക് വെച്ചിട്ട് എലൈറ്റ് ഗ്യാങ്സിന് കൊടുക്കണം. എലൈറ്റ് ഗ്യാങ്സ് എല്ലാ ഗ്യാങ്ങിൻ്റെ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി എമൗണ്ട് മിസ്റ്റർ എക്സിന് കൊടുക്കണം. ബാക്കിയുള്ള പകുതി എമൗണ്ട് അവർക്ക് 3 പേർക്കും ഷെയർ ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ അവർക്ക് സെപ്പറേറ്റ് വണ്ടി, ലിവറി, ഡ്രസ്സ് ഇതുണ്ടായിരിക്കും. പിന്നെ എന്ത് കൊടുക്കാമെന്ന് ഞങ്ങൾ ആലോചിക്കണം. അതൊന്നും ഫൈനലൈസ് ചെയ്യാൻ പറഞ്ഞില്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇരുന്ന് ആലോചിക്കണം എന്താ കൊടുക്കാൻ പറ്റുക, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള. അത് കൊള്ളാം. പക്ഷേ ഈ പറഞ്ഞതെല്ലാം അടിപൊളി. അപ്പോ 3 പ്രാവശ്യം തെറി വിളിച്ച പറമ്പ 3 പേർക്കും, അഥവാ എലൈറ്റ് ഗ്യാങ് ഉള്ള 3 ഗ്യാങ്ങിനും ഒരേപോലത്തെ കോമൺ വണ്ടി ആയിരിക്കും. എക്സ്ട്രാ എന്ന് പറഞ്ഞത് എൻ്റെ ലിവറി മാത്രമേ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്ന സെർവർ സൈഡ് ഫയലായിരിക്കും. സെയിം ഒരു ഇത് 1 മന്ത് ഓൺലി എന്നാ. റിക്രൂട്ട്മെന്റ് എന്ന് പറയാലോ, ഞാൻ പറയാലോ, റിക്രൂട്ട്മെന്റ്സ് ഒക്കെ വരും. പ്രത്യേകിച്ച് ഇനി 40 പേര് നമുക്ക് സ്ലോട്ട് ഉണ്ടാവുമ്പം ഇവിടെ 30 പ്ലേയേഴ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. മിന്നലുണ്ടാവില്ല, ഉസ്മാൻ ഉണ്ടാവില്ല, ടെർബോ ഉണ്ടാവില്ല. 33 പേര് നമ്മൾ ഗ്യാങ്ങിൽ ടോട്ടൽ ഉണ്ടായിരുന്നത്. ടക്കായി എന്തായാലും ഇപ്പോൾ രണ്ടാഴ്ചയും കൂടി ഉണ്ടാവുള്ളൂ മാക്സിമം പോയ ടക്കായി. അതിൻ്റെ ഉള്ളിൽ ടക്കായി തിരിച്ചു കയറും. ടക്കായി തിരിച്ചു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമുക്ക് വേക്കൻസി എന്നാണ് സ്ലോട്ട് ഈ പറഞ്ഞ പോലെ എന്തായാലും 10 സ്ലോട്ട് ഉണ്ടാവും. അപ്പോൾ 10 സ്ലോട്ട് എന്തായാലും പ്ലേയേഴ്സ് വരും. പക്ഷേ നല്ല പ്ലേയേഴ്സ് ഓൾറെഡി ഒരുപാട് നല്ല പ്ലേയേഴ്സ് ചോദിച്ചതുണ്ട്. അത് എലൈറ്റ് ഗ്യാങ് ആയതുകൊണ്ട് എന്നുള്ളതല്ല. ദിൽഷാ ബ്രോ, താങ്ക് യു ഫോർ ദ കിക്ക് പോയിന്റ്സ്, മീൻസ് ലോട്ട്. ലവ് യു ദിൽഷാ ബ്രോ. ഞാൻ പറയട്ടെ, ഇന്റെ മാരേജിന് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാൾ സത്യം പറയാലോ പുള്ളിയാണ്. സീരിയസ്ലി പറയാം. ഡെന്നി ഗെയിമിംഗ് ബണ്ടിലൊന്നും ഇല്ല. ഞാൻ പറയാം, കുറേ പേര് ചോദിച്ചവരുണ്ടടാ. നമ്മളെ എലൈറ്റ് ഗ്യാങ്ങിൻ്റെ അതുകൊണ്ടല്ല, നമ്മളെ എക്സിൽ ഗ്യാങ് ആയതോടുകൂടി തന്നെ നമ്മളോട് ഒരുപാട് റിക്രൂട്ട്മെന്റ് ചോദിക്കുന്നവരുണ്ട്. എന്തായാലും നല്ല റിക്രൂട്ട്സ് വരും. പക്ഷെ എങ്ങനെ ഒറ്റയടിക്ക് പെട്ടെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. വരും, പയ്യെ വരും. എല്ലാം ശരിയാവും. നോക്കിയ ബി അലേർട്ട്. ഇതെന്താ? എനിക്ക് പുതിയ സെർവർ വന്നതിന് ശേഷം ഇങ്ങനെ ചീത്ത വിളിക്കുന്നവരുടെ കാര്യം ആലോചിക്കാൻ കൂടി വയ്യ എനിക്ക്. കാരണം അപ്പൊ നമ്മളെ റീപ്ലേസ് ആക്കുവാണല്ലേ? റീപ്ലേസാ? നീ ഇല്ലല്ലോ സിറ്റിയിലെന്നെ. നിനക്ക് വൈറ്റ് ലിസ്റ്റ് ഇല്ലല്ലോ ബ്രോ. നീ വൈറ്റ് ലിസ്റ്റ് ഇല്ല. പിന്നെ ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞ, മാരേജിന് നീ വന്നിട്ടില്ലെങ്കിൽ യു ആർ നോ മോർ പാർട്ട് ഓഫ് RG7. ഞാൻ പറഞ്ഞ വാക്കിന് വില ഉള്ളവനാടാ. ഞാൻ എൻ്റെ വാക്ക് പാലിക്കും, മനസ്സിലായോ? 15 തൊട്ട് 1 മാസം വരെ ബാൻ കിട്ടും. സ്ട്രൈക്ക് 1, സ്ട്രൈക്ക് 2 1 തൊട്ട് 2 മാസം വരെ ബാൻ കിട്ടും. സ്ട്രൈക്ക് 3 നോൺ അപ്പീലബിൾ പെർമനന്റ് ബാൻ ആയിരിക്കും. നോൺ അപ്പീലബിൾ പെർമനന്റ്. മൂന്നാമത്തെ സ്ട്രൈക്ക്
ഗുഡ് ബൈ. കുറച്ച് സാധനങ്ങളേ ഗോഡൊന്നും ഇല്ലടാ. ഗോഡിനൊക്കെ ഞാൻ അടുത്ത് കളയാൻ പോവാണ്. ഗോഡൊക്കെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ വരും എന്ന് പറഞ്ഞാണ്ട് ചുമ്മാ എല്ലാവരും പറഞ്ഞു എന്നോട് ഗോഡ് ഉടായിപ്പാക്കിയതാണ്, അവൻ വെറുതെ ബൈക്കുമ്പോ വീടുമെന്ന് കള്ളം പറഞ്ഞാണ്. ഇതെന്താ ഇതെന്താണ് സംഭവം? ഇവന്റെ സിനിമാറ്റിക്സിന് ഇവന്റെ മാസാണോ? എടാ ഞാൻ പറയട്ടെ, ഇതില് എന്താ പറയാ, നമ്മളെ ടീം അറബിയില് ഞാൻ വിചാരിച്ചില്ലാറെ കളിച്ചൊരു പ്ലെയറാടാ ഇസ്മായില്. സത്യം പറയല്ലോ, നമ്മൾ ലാസ്റ്റ് അലനെ അതേമാതിരി കൊണ്ടുവന്ന ഒരു കളി കളിച്ച്. പക്ഷെ അലനെ ഞാൻ മോശം പറയുന്നില്ല, അലന് പ്രാക്ടീസ് പോലും അലൻ വന്നിട്ടില്ല. അപ്പൊ അലന് കറക്റ്റ് അറിയില്ല ലൂട്ട് എടുക്കേണ്ടതും ബട്ടൺസും സ്ലോട്ടൊക്കെ വലിച്ചിടുന്നതും ഇതൊന്നും ഹീലിങ്സിന്റെ അതൊന്നും അലന് അറിയില്ലായിരുന്നു. ആരെ വലിച്ചിടണഞ്ഞ് പറടാ. ഹായ് കച്ചി, ഹായ് ഹായ് ഹായ്. ഹായ്. ബട്ട് ചാർലി, സീരിയസ്ലി ചാർലിയൊക്കെ ഏതാ കളിയുടെ മുത്തേ. ചാർലി ഞാൻ പറയണ ചാർലിയൊക്കെ അത് നന്നായി കളിക്കും നമുക്കറിയാം. പക്ഷെ ഇസ്മായിൽ അങ്ങനെയല്ലടാ. ഇസ്മായിൽ ഞാൻ ഒരിക്കലും ഇത്ര നന്നായി കളിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇസ്മായിലൊക്കെ ഏത് കളി അറിയൂട്ടെ. അടുത്ത വരായിരുന്നു ഇറങ്ങല്ല. ഞാൻ പറയാലോ, ഒന്നില്ലെങ്കിൽ ഞാൻ ഒരു 4 ക്ലിപ്പെങ്കിലും ഇറക്കിയിട്ട് ഞാൻ ടീം കളിക്കുന്നതായിരുന്നു നിങ്ങൾക്കറിയാം. ഞാൻ ഇവന്റെ കളി കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇവൻ ഇത്രയ്ക്ക് നല്ല ഇമ്പ്രൂവ് ആയിരുന്നു. എല്ലാ മാച്ചിലും കൺസിസ്റ്റന്റ് ആയിട്ട് അറബിക്ക് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഇസ്മായിൽ കളിച്ചു. ലിറ്ററലി കളിച്ചു, അടിപൊളിയായിട്ട് കളിച്ചു. അവൻ മാക്സിമം പറ്റുന്ന സിറ്റുവേഷൻസിലൊക്കെ കില്ലെടുത്ത്. ഇസ്മായിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റാ. കഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ എപ്പോ ടീം പോയാലും ഇസ്മായിൽ അവിടെ ഉണ്ട്. ഏതാണ് ഹെഡ് ട്രാക്കിങ് മാത്രമേ ഉള്ളൂ, എയിം വെക്കണൊക്കെ. ബോഡി ഒന്നും അല്ല, ഹെഡ്. എന്താ ഇതൊക്കെ എന്താടാ മറ്റേ വല്ല പോത്തും കുട്ടികളെ മാരിയുണ്ട് കണ്ടിട്ട്. ഇവിടെ നമ്മക്ക് നമ്മളെ ഡ്രസ്സ് തന്നെ ഒരു 30 കിലോ ഉണ്ടാവും. ഓളെ ഡ്രസ്സ് ഒരു 90 കിലോനും. എന്നിട്ട് പിന്നെ ഞാനതൊക്കെ പാടെ പൊന്തിച്ചും കണ്ട് എന്നിട്ട് അവിടെ മത്സട്ടി വീണ് ആൾക്കാരടിയിൽ ആകെ നാണം കിട്ടുന്ന പരിപാടി എടുക്കാൻ വേണ്ടിയാണ്ടേക്കാരെ ഇങ്ങനെയും കൂടി ആക്കി കൂടായിരുന്നു. അവിടെ ഷൂ ഒക്കെ വലിച്ചെറിഞ്ഞ് എറിയാ തോന്നുന്നു ഊരിയിട്ട്. അത്രയും ടൈറ്റ് മനസ്സിന് ചൂട് കൊടുക്കുക. അത് ഭയങ്കര സിമ്പിൾ പരിപാടി ഒന്നല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ആരൊക്കെ വന്നു ആരൊക്കെ പോയിന്ന് പോലും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അതൊക്കെ അങ്ങനെ അതിന് ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? 2 ഫുഡൊക്കെ തന്നെ അടിപൊളിയല്ലേ? ഇരിക്കട്ടോ, അമ്മ ഇവിടെ ഉണ്ടാവും. ഇതന്നെ എല്ലാവരോടും വരുന്നവരോട് ഫുള്ള് ഇതിങ്ങനെ പറഞ്ഞാൽ മതി. ഒരു സാധനം പഠിച്ചു വെക്കുക, അത് ഫുള്ള് എല്ലാവരുടെ അടുത്തും അടിക്കുക. അങ്ങനെ ഇതിങ്ങനെ മട്ടം പോലെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായ? ശരിക്കും കപ്പിളാർപ്പിന്നാ ബ്രോ. ഞാൻ എൻ്റെ ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വെറുതെ ഇപ്പൊ തന്നെ ഒരു കലഹം ഉണ്ടാക്കണം. നിനക്ക് നന്നായിട്ട് പോണേ കാണാൻ പറ്റുന്നില്ല അല്ലേ നിനക്ക്? അതാണ് ബിലാൽ സിംഗിളായി നടക്കണതാ. ബിലാലിന്റെ ഒക്കെ കല്യാണം ഉണ്ടാവടാ. ബിലാല് മാക്ക് ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പൊ വരിയായിട്ട് കല്യാണം പരിപാടിയൊക്കെ വരുന്നുണ്ട്. ഇതാരാ അതില്? നള്ള്. ഷമ്മി. അത് പറ്റില്ല. അൾട്ടിമേറ്റ് ഇന്റർവേർട്ട് ഷമ്മി അല്ലേ? ക്യാമറ കണ്ട അപ്പോഴേ ചന്തിയുമ്പൊക്കെ ഓടുക അവൻ. അങ്ങനെ ഒരു വാണം. എന്തിനുള്ള സമയം? ലൈവിലുള്ള മിസ്സിംഗ് ആണല്ലോ. മിസ്സിംഗ് ആണല്ലോ. എന്താ ഇന്ന മിസ്സിംഗ് ആണല്ലോ എന്നാ? എടാ എന്ത് മിസ്സിംഗ്? ഞാൻ അല്ല ഷെയ്ക്കിനല്ല, ഫേസ് ക്യാമ് വേറൊരാളെ മിസ്സിംഗ് ആണല്ലോ. ഒന്ന് വേറെ ആര് മിസ്സിങ്? ശരിക്കും അമ്മ സത്യം ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. സീരിയസ്ലി ഇഞ്ചുറി അറ്റൻഡ് ആണ്. നീ ഉണ്ടണ്ടടാ പക്ഷേ നീ ഉഡായിപ്പ, ലോക നമ്പർ 1 ഉഡായിപ്പ് ഫ്രോഡ്. സത്യം അല്ലേ? ചാറ്റിന്
അൾട്ടിമേറ്റ് ഫ്രാഡ്. എന്താലേ 2 മാസമായിട്ട് കാത്തുനിന്ന് എക്സില് സ്ലോട്ട് കിട്ടൂല, എക്സില് ഗ്യാങ് ആവൂല, വേറെ എവിടെയെങ്കിലും പോയി കളിക്കേണ്ടി വരും, അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം എക്സില് ഗ്യാങ് ആയും ചെയ്ത്, ഗ്യാങ് ആയി ഫസ്റ്റ് വന്നത് അത് മോണിറ്ററിങ്ങോ ഒന്നും ഇല്ലാതെ മെറിറ്റിൽ നമ്മൾ വന്നത് തന്നെ എലൈറ്റ് ഗ്യാങ് ആയിക്കൊണ്ടാണ്. എന്താണ് വിളിച്ചത്? അണ്ടി വിളിക്കണ സമയത്ത് വരൂല്ല. എടാ ഇവൻ എന്തിനാണ് ഇതിലിരിക്കുന്നത്? ഇവൻ വൈ യു ഹിയർ ബ്രോ? ഗെറ്റ് ഔട്ട് ഫ്രം മൈ വിസി. അല്ല ഇജ് ഗ്രൂപ്പിൽ നിന്നൊക്കെ എക്സിറ്റ് അടിച്ച് പോയതല്ലേ? ഞാൻ ഡിപ്രഷൻ ഷെയ്ക്കേ. എന്ത് ഡിപ്രഷൻ? നീ എന്ത് ചെയ്യാനാണ്? ഇതില് ഞാനൊക്കെ ആരാളിയാ? മോഹൻലാലോ? അത് വേണ്ടായിരുന്നു ഷെയ്ക്ക്, അത് പറ്റത്തില്ല. ഇതില് ഞാന് വിയർക്കാം. അവനുള്ളതുകൊണ്ട് മാത്രം ആരെ അത്രേ ഉള്ളു ഷെയ്ക്കേ. എന്താ ചാറ്റിനറിയാം അണ്ടി സക്കായിയാണ് നമ്മളെ ഫൈനൽ കളി. പക്ഷെ അപ്പൊ അത്ര കില്ലെടുത്ത് ഞാൻ പൊട്ടനാ? നീ പൊട്ടൻ തന്നെ. നീ പൊട്ടനായതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ കില്ല് കിട്ടിയത്, മനസ്സിലായോ? ബാക്കിയുള്ളവരൊക്കെ നോക്കി കളിച്ചു, മണ്ടനെ പോലെ കളിച്ചു, അതുകൊണ്ട് നിനക്ക് കില്ല് കിട്ടി. അല്ല ഞാനട്ടെ ടർബോ മിന്നൽ അവരൊക്കെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല കിടില എഫേർട്ടാ. പക്ഷെ കാര്യല്ല, എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യും? ആ വന്നാ ഭാഷ സത്യമായിട്ട് ശരിക്കും ഞാൻ കള്ളത്തരം പറയത്തില്ല. ഇവൻ ഫ്രോഡാ, ഇവൻ ഫ്രോഡാ. ശരിക്കും ഞാൻ സീരിയസ്ലി ഞാൻ പറയാണ്, കാല് ചെയ്യാത്തോണ്ട് വരാത്ത. ഞാൻ ഇത്രയും മിസ് ചെയ്തൊരു ഇവന് ഞാൻ എന്റെ ലൈഫിലില്ല ശരിക്കും, സത്യമായിട്ട്. ഓക്കെ സോറി, മൈൻഡ് ആക്കുന്നില്ല ശരിക്കും. മാക്കഡിറ്റ്സ് ബ്രോ എന്ത് മൈൻഡ് ആക്കുന്നില്ലടാ? എവിടെ നിന്റെ അണ്ണന്റെ പുതിയ വീഡിയോ ഒന്നും ഇല്ല, പുതിയ പെയ്ഡ് ഒന്നും കാണുന്നില്ലല്ലോടാ നിന്റെ മാക്കണ്ണന്റെ. മാക്കണ്ണനൊക്കെ പോയാ? സ്ക്രീൻ ഷെയർ ചെയ്തേ. ഇതൊക്കെ എന്തൊക്കെയാണ് അളിയാ? കണ്ടിട്ട് ആഹാരം കഴിച്ചില്ലേലും അവനെ കല്യാണം കഴിപ്പിക്കാൻ നേരായി. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുപോകുന്നു വിചാരിക്കണം. നല്ല കാശാണല്ലോ. ഇന്ന് എന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ കമ്മി ഉണ്ടാവില്ല നമുക്കറിയാം. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ കൂടെ മൂക്ക് മുട്ടുറങ്ങാൻ വന്നവരല്ല നമ്മൾ. സൗകര്യം കിട്ടുമ്പോൾ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ പിന്നെ പറ്റത്തില്ല ശരിക്കും ക്യാമറ. അല്ല അത് പിന്നെ വിശപ്പ് അങ്ങനെങ്കിലും മാറ്റാന്നുള്ളതാണ്. കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ. ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റണ്ടേ ക്യാമറ വായിൽ വെച്ചിട്ട്? എല്ലാം അവിടെ ഇവിടെ ക്യാമറ. ആടെ സത്യം ഞാൻ പറയട്ടെ, ഇത് എന്താ പറയാ, ഉമ്മാര് ഓരോ നമ്മൾ ടീം ഫുൾ ടീം ഉണ്ടായിരുന്നു. എന്താ പറയാ, അതിന്റെ കൂട്ടത്തിൽ നമ്മളെ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ഉമ്മാരെ കയ്യിലൊക്കെ ഓരോ ക്യാമറ, മോഡ്സിന്റെ കയ്യിലൊക്കെ ക്യാമറ. ഉമ്മാര് മോഡ്സിനൊക്കെ പുറത്തും പണി, കല്യാണത്തിൽ വന്നപ്പോ അവിടെയും പണി. അവിടെയൊക്കെ അവന്മാര് ക്യാമറമാൻമാരേന്. മോഡ്സ് ടർബോ വിളിയുന്ന ടർബോ ഉണ്ട് ഇതില്. എവിടെ ടർബോ ഇവിടെ ഉണ്ടായിരുന്നല്ല? ടർബോ പോയാ? ഹലോ, ടർബോ കുയിന്താട്ടി പോയിട്ട്. ആ പറ. ലൈവ് കണ്ടോണ്ടിരിക്കായിരുന്നു. അല്ല ഞാൻ പറയട്ടെ, ബിൽഡപ്പ് വേണ്ട, പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് ആസ്വദിച്ച് തിന്നാൻ പറ്റില്ല ശരിക്ക. അതാ പറഞ്ഞോണ്ടിരിക്കുന്നത് ക്യാമറമാൻ. പിണറായി വിജയൻ മറ്റേ പ്രസ് മീറ്റിങ്ങിന് വന്നിരിക്കണ പോലെ ഒരു 4 കൂട്ടം ക്യാമറ,
ഇവന്റിന്റെ ക്യാമറ വരെയുണ്ട്. ശരിക്കും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ ഇവര് വലിയ യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് കയറ്റി വെച്ചില്ലേ? ഇല്ലല്ല ഞാൻ ആരോടൊന്നും പറയണൊന്നുമില്ല. പീസ് വെക്കുമ്പോ ഇല്ല എന്റെ അപ്പൊ പറഞ്ഞ ഞങ്ങൾക്ക് ഭക്ഷണം നമ്മളെ ചെക്കന്മാരെല്ലാരും പാടാണ് കേറി അപ്പൊ ഫുള്ള് പൊതിഞ്ഞു എന്ന് പറഞ്ഞു. എന്റെ ഇപ്പൊ പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് നിന്ന് ആരാ നമ്മളെ ആരെന്താണെന്ന് അറിയില്ല. ഭയങ്കര നമ്മള് കയറങ്ങ് ഇവന്റെ ടീം അടിപൊളി കേട്ടാ. ഭയങ്കര കയറങ്ങെന്ന് പറഞ്ഞാൽ ഭയങ്കര കയറങ്ങ്. നാളെ സാറേ കുറച്ച് ബീഫ് കത്താറുണ്ടല്ലേ? എടുക്കട്ടെ, കുറച്ച് ചിക്കൻ എടുക്കട്ടെ. ബ്രോസ്റ്റ് എടുക്കട്ടെ, വായില് വീണ്ടും ബ്രോസ്റ്റ് എടുക്കട്ടെ. ഒരു ഇല്ല കുട്ടനാണ് ഇവരെ നാല് വിചാരം വട്ടം നമ്മള് വന്നിട്ട്. വലിയ യൂട്യൂബേഴ്സ് ആണോ? അത് നിങ്ങളെ ഞാനാണെങ്കിൽ മുനുവിന്റെ മാത്രല്ലടാ. അപ്പുറത്ത് കയറിയിരുന്നു മെയിനായി. അതവിടെ ആരാ മുനുവിന്റെ ഞാൻ മുനുവിന്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് മാക്ക്. ഇവന് സത്യം അവരെ പറഞ്ഞ വിചാരം ഞാൻ ബിലാലിന് വലിയ ആർക്കും അറിയില്ല. യൂട്യൂബർ ഉണ്ട്, 2 തുക്കി മില്യൺ ഒക്കെ ഉള്ള ഒഴിവാക്കുമായിരുന്നു മുനുവിന്റെ യൂട്യൂബർ അടുത്ത് ആണെന്ന് ഇരുന്നുകൊണ്ടാണ്. വിചാരിച്ചിട്ട് അതാ ഒരു തേങ്ങയും വായിൽ വെക്കാൻ പറ്റില്ല, അപ്പഴേക്കും വീഡിയോ എടുക്കും. അയ്യോ ആരുടെ ലെവല്? ഗോഡിന്റെ ലെവൽ ഗോഡിന്റെ ലെവൽ എന്താ? അണിമീൻ ഗോൾഡൻ ലെവല് ഗോൾ കയറണം എന്നൊക്കെ പറയുന്നു. ഫോണിൽ ചെക്കുന്ന അണിമൂണൊക്കെ 2-3 ആഴ്ച കഴിയട്ടെ. എന്താ അണിമൂണടാ ചാറ്റ് ചെയ്തു ഇവിടെ. ലേശം പൈസ തീരുമാനാക്കാണ്ട് ഇത്ര റുപ്യ ചെലവ് മാക്കിന്റെ ഇന്നോവയാണ് കിടിലം. ഇന്നോവ മാക്കിന്റെ ഇന്നോവ ആ ഇന്നോവ ഞാൻ പറയല്ല. ഇന്നോവ ഇവർക്ക് തൽക്കാലത്തിന് പോകാൻ 2 പൊളിക്കാൻ ദിവസം കൊടുത്തു. നമ്മൾ സെറ്റായി കൊടുത്തിന്. ആ ഇന്നോവന്റെ ക്ലച്ച് മുതല് ആ വണ്ടിന്റെ സൈലൻസറിന്റെ ഓട്ട വരെ എല്ലാം നാസാക്കിക്കണം ആ മാക്ക്. അത് മാക്ക് സീരിയസ്ലി മാത്രം പറയാം. ഓടിച്ചിട്ടില്ല, വേറെ ഓടിച്ചിട്ടില്ല കേട്ടാ. ഞാൻ പറയാം മാക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കൊച്ചിയിൽ ഞാൻ മറ്റേ ഇവിടെ ചെന്ന സമയത്ത് അതുവരെ ഞാൻ പാണ്ടിക്കാട്ടിൽ നിന്ന് എറണാകുളം വരെ ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുനടന്ന വണ്ടി മാക്ക് ഒന്നും എടുത്ത് പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളൂ. അതിന്റെ ക്ലച്ച് പോയി. മാക്കിന് കൊടുക്കാൻ പാടില്ലടാ. മറ്റേ മാലിക്കിന്റെ വണ്ടി ഇതേപോലെ ഒരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞ് റിവേഴ്സ് വെച്ചതാ. മാലിക്കിന്റെ സൈഡ് ഫുള്ള് പോയി ബാക്ക് ടയറിന്റെ മേലെ. ഇതാ എന്റെ i20 i10 ആക്കിയ. അതെ അതാണ് അവസ്ഥ, മനസ്സിലായ? എന്നാ വർത്താനത്തില് ഓന്റെ അളിയ മറ്റേ മന്ത്രിയും ഓന്റെ കുടുംബക്കാര് ഫുള്ള് വർക്ക്ഷോപ്പുകാരും എല്ലാം റെഡിയാക്കി തരാൻ കഴിയുന്ന എല്ലാം. പറയല് പക്ഷെ ഞങ്ങളാണ് മാക്കിന്റെ വണ്ടി, ഞങ്ങളായിരുന്നു ജീവനോട് എത്തിച്ചാള്. ഹാൻഡ് ബ്രേക്ക് വെച്ച് ഓടിച്ചാ പിന്നെ അതില് ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇല്ല. ഒരു ഐഡിയ ഇല്ല ബ്രോ. മാക്കിന് തന്നെ അറിയുള്ളൂ. മാക്കിന്റെ ടൈം നമ്മളെ വീട്ടിലെ പരിപാടി കേട്ടോ. പാട്ടപ്പവും പൂത്തിനും ഡാൻസും നല്ല മട്ടുള്ള പരിപാടി ഉണ്ട്. നമ്മളെ കൂടി ഉണ്ടെങ്കിൽ അതമ്പായിരുന്നു. അതൊക്കെ പടം കൊള്ളൂര് ആകെ 10-20 ആൾക്കാരെ 10-30 ആൾക്കാരെ. ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ വീട്ടിൽ പറ്റാറുണ്ട്? പറ്റുന്നവരൊക്കെ മാരേജിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഇത് ട്രൈ ചെയ്തു. നല്ല രസമുള്ള പരിപാടി അത്. പിന്നെ അത് ഉമ്മാരൊക്കെ പാടെ തൂക്കിയതാ. കൊള്ളാം, നല്ല അടിപൊളി പരിപാടിയാ. മേലത്തെ ജോഷു ഞങ്ങൾ വരുമ്പോ ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുക എന്നുള്ളതായിരുന്നു. വീട്ടുകാരുടെ ആഗ്രഹം സൈക്കോളജി ഡോക്ടർ അല്ലെങ്കിൽ പ്രൊഫസർ ആവുക ആയിരുന്നു. ഇത് രണ്ടും ആകാൻ പറ്റിയില്ല. ഞാനിപ്പോ ജനറൽ എക്സ്പെൻസ് ഇതാണ് ഇതാരറിയോ? ഇതാണ് നള്ള്. ഇതാ പോണായിക്കട്ടെ. പാപ്പമാ ക്യാമറ കണ്ടു. അറിയാം. ഒരു ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എക്സ്ട്രീം ഇൻട്രോവേർട്ട്. അതാണ് നല്ല തീറ്റാണല്ലോ. പിന്നെ ഇത് രണ്ടും ആകാൻ പറ്റിയില്ല. ഞാനിപ്പോ ജനറൽ എക്സ്പെൻസ് ഡെയിലി പേയ്മെന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. മലയാളത്തിൽ കൂലിപ്പണി എന്ന് പറയും. എടാ ഞാൻ സത്യം പറയും, എനിക്ക് ഒമാരപ്പോ ഒന്ന് എന്താ പറയാ ടൈം സ്പെൻഡ് ചെയ്യാൻ എൻഗേജ് ആവാനൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓണത്തിന് ഇപ്രാവശ്യം ഓണത്തിന്റെ മീറ്റപ്പിന് എന്തായാലും 1 ഡേ സ്റ്റേ ഉണ്ടാവും. സ്റ്റേ വെച്ചിട്ട് എന്തായാലും ഓണപരിപാടി ഉണ്ടാവുള്ളൂ. അങ്ങനല്ല, ഓണപരിപാടി കഴിഞ്ഞിട്ട് അന്ന് സ്റ്റേ, പിറ്റേന്ന് ചെക്കൗട്ട് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു പ്രോഗ്രാം വെക്കണം. കുറുപ്പ് ഇറങ്ങി. കുറുപ്പൊക്കെ ഞാൻ ചെന്നപ്പോൾ പുതപ്പൊക്കെ മൂടി ഇട്ട മാതിരിയാണ് കിടക്കണത്. ഇങ്ങനെ തല മുതൽ ഇങ്ങനെ പുറം വരെ ഇങ്ങനെ, കാലങ്ങോട്ട് പിന്നെ കാല് ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നത് കുറുപ്പ്. ബ്രോ മാരേജ് എക്സ്പെൻസാ നമ്മൾ വിചാരിച്ചോടത്തൊന്നും നിൽക്കണ പരിപാടിയല്ല ഒരു മാരേജ് എന്ന് പറയുന്നത്. ചെലവാ ബ്രോ. റൂം പണി,
അങ്ങട്ട് ഇങ്ങട്ട് ഓക്കെ കുറുപ്പ് എന്താ അടി കൊണ്ടാ കുറുപ്പിന്? അത് ആരാടാ അടിച്ചേ? ഓക്കെ കീറി പോയടാ പാവം. വാട്ടാപ്പന്റെ പോയി. അത് ആരടാ അതിന്റെ ഇടക്ക് അടി കിട്ടി നിൽക്കണ നേരത്തെ ചോദിക്കുന്നത്? ഷമ്മിയാണ് അടിച്ചത്. ആ അതാണ് മുണ്ടാതിരിക്കുന്നില്ലടാ കുണ്ണെ. നീയാണടാ അടിച്ചതിനാളെ എടാ തന്നെ അതാരടാ ഈ ഇത് ചോദിച്ചത്? വാട്ടാപ്പന്റെ വൈ എന്നാരാ ചോദിച്ചത്? ആരും നോക്കട്ടെ. ഓക്കെ ലോക്കി താഴെ ലോക്കി അത് വാട്ടാപ്പന്റെ വൈ ചോദിച്ചതാരാ? നോക്കിയാണോ? അടി കിട്ടി കുറുപ്പ് ഡൗണ്. ഉസ്മാനെ കൊള്ളൂരാണോ? LWW ആണോ? അല്ല ഇവ ഇട്ടൊന്ന് തട്ടണത് അതെടുത്തിട്ട് എടാ ഒരു കസ്റ്റമർ ഇട്ട് വന്ന ഡ്രസ്സാണ് അത്. ഉസ്മാനെ കസ്റ്റമർ ഇട്ട് വന്ന ഡ്രസ് ഇട്ട് നടക്കുന്നതില്ലേ ഉസ്മാനെ കൊള്ളൂരാണോ? LWW ഉസ്മാൻ ശരിക്കും ഒരു ആണോ? അല്ല ഇവ ഇട്ടൊന്ന് തട്ടണത് അതെടുത്തിട്ട് ഇത് അതിലും വലിയ മന്ദനാണ് ഇത്. പറഞ്ഞിട്ട് ഉസ്മാൻ എന്താക്കിയോ ചിരി വന്നിട്ട് ആൾക്കാർ നോക്കുന്നിട്ട് അല്ലെങ്കിൽ മൂമ്പിയാണ്. കഴിഞ്ഞോ? ഉസ്മാന്റെ കോമഡി ഉസ്മാനി ഒരു ചെങ്ങായി ഇട്ട് വന്ന് ചേർത്തെടുത്തിട്ട് എടാ മണ്ട ഇതിട്ട് ആ റെഡ് പ്ലെയിനോ എനിക്കറിയില്ല കുറച്ചൊരു ഇല്ല ഷെയ്ക്ക് മാനേജ് ഇല്ല. ഇവൻ എന്താ പറയാ, ഇവന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഉസ്മാന്റെ പ്രശ്നം എന്താ വെച്ചാല് എന്തെങ്കിലും വിചാരിച്ചാ അവൻ അത് അപ്പ നടക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ കടന്നിങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പൊറുതിയേടാണ് ഇവൻ, മനസ്സിലായോ? അങ്ങനെ പിന്നാലെ നടന്ന് വെറുപ്പിച്ചോണ്ട് ഇപ്പൊ തന്നെ അത് എടുക്കണം, അത് കിട്ടണം, അത് വാങ്ങാൻ പോണം, ഇത് വാങ്ങാൻ പോണം. ഒരു തൊയ്രം മനുഷ്യനെ തരൂല. രംഗണ്ണനാ ഇത്? രംഗണ്ണനാ തങ്കണ്ണനാ? ഒന്നരടങ്ങായി പള്ളി എന്തൊരു അവസ്ഥയാടാ ഇതൊക്കെ ഇവന്മാരെ. മാഫിയ കംപ്ലീറ്റ്ലി ഈ അടിച്ചല്ലേ 200 ഇതാണ് 350. ഇതാണ് 350. അത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എറൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, മനസ്സിലായ? അതിനെ വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് RC7 എറൺ എന്ന് പറഞ്ഞ ഇങ്ങനെ പേര്. അതില് എറണല്ല, ഇത് ബാനു മതി. ഇതാണ് 350. അതെന്താ ആനിമയാണോ ടട്ടാക്കിയാന്ന് പറയണേ? എനിമി അല്ല, ആനിമ. ഞാൻ എനിമി എന്നാണോ പറഞ്ഞത്? അല്ലല്ല, ഞാൻ ആനിമ തന്നെ പറഞ്ഞത്.
പോടാ കുണ്ണാളെ. അത് അവർക്ക് ഡൗട്ടായിട്ട് എന്നാ തോന്നിയതാ. അത്ര Anime നിങ്ങൾ ആണെന്ന് പറഞ്ഞു. ഇതാക്കല്ലേ, കുറച്ചൊക്കെ എനിക്ക് കുറുക്കും നിങ്ങളെ ഈ പിള്ളേര്. ഇതൊന്നും എനിക്ക് അറിയില്ലെന്നുള്ളൂ. പക്ഷെ ശരിക്കും ഇതാണ് പക്ഷെ ഞാൻ ഷെയ്ക്ക് ഞാൻ പറയട്ടെ, ഷെയ്ക്ക് വേറെ എടാ ഞാൻ പറയാം, കാര്യമുണ്ട്. ഈ പറയണ എന്താ പറയാ സീരീസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു സീരീസ് ആണ് ഗെയിം ഓഫ് ത്രോൺസ്. Of സീരിയസ്ലി course. പറയാം, ഡബ്ല്യു സാധനമാണ്. പിന്നെ ഞാൻ പറയാ വൺ പീസിന്റെ കാർട്ടൂൺ അല്ല, ആനിമേ കാണരുത്. ഞാൻ പറയണേ എന്ത് തീട്ട ആനിമേ എന്നത് ഞാൻ കുറച്ചേരെ കണ്ടു. ഞാൻ ഈ ആനിമേ അനിമേ പറയരുത്. അത് ഷെയ്ക്ക് അനിമേ പറയരുത്. ഫുള്ള് അനിമേ പ്ലക്കല്ല, അതുകൊണ്ടല്ലടാ, അത് ഞാൻ പറയണത് വെച്ചാ ഷെയ്ക്ക് അതിന്റെ ഇഷ്ടപ്പെടാത്തോണ്ട് അത് ഒരു പണ്ടിറങ്ങിയോണ്ടാ. അതല്ല അത് മേക്കിംഗ് 2000 ഇറങ്ങിയ സെൻസ് അനിമയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 ഇറങ്ങിയ അതിന്റെ അനിമയാണ്. ഗെയിം ഓഫ് ത്രോൺസിന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിലിങ്, അതിന്റെ ഓരോന്നും നമ്മളെന്താ പറയാ അത് വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരുന്നത്. അതിന്റെ ഓരോ മൂലയും മുക്കും അതിലുള്ള ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോട്ടീസ് ചെയ്ത കുറേ സാധനങ്ങൾ, ഈ ഗ്ലാസ്സുകളില്ലേ, പണ്ടത്തെ ഗ്ലാസ്സുകൾ, പിന്നെ അതേപോലെ ഡ്രാഗൺ ആയിക്കോട്ടെ എല്ലാം. ഈ ലോസ്റ്റ് ഏതാടാ? ലോസ്റ്റ് അറിയില്ല. ലോസ്റ്റ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല. ലോസ്റ്റ് ഒക്കെ കാണേണ്ട സാധനം കേട്ടോ അതൊക്കെ. ആണോ? മറ്റേ ലോസ്റ്റ്, ഡാർക്ക്, പിന്നെ ഏതൊരു മലയാളം പടം തിങ്സ്, ഇറങ്ങിയിട്ടില്ലടാ. ഏതൊരു പിന്നെ മലയാളം പടം ഇറങ്ങിയിട്ടില്ലല്ലോ. ആനിമേ ഇതുണ്ടല്ലോ, ഇല്ല ഇല്ല Witcher. ഇല്ല ബ്രോ. മറ്റേ ഇതുണ്ടല്ലോ വൺ പീസ്, അതിലിഞ്ഞ് മറ്റേ ഇവളൊക്കെ വരാണ്ട്. എന്താണ് മറ്റേ എന്താ പറയാ, ദീപിക പടുക്കോണല്ല, ലൈവ് ആക്ഷൻ എന്തേലും എന്നാ കുറെ പറയണേ. പേര്. അല്ലല്ല, live വൺ action പീസ് ആണോ? ഷെയ്ക്ക് അത് ഷെയ്ക്ക് വൺ പീസിന്റെ കാജൽ അനിമയെ വെച്ച് അഗർവാളൊന്നല്ല, ഫസ്റ്റ് എപ്പിസോഡ് എന്തേനടാ ഒന്നും അവളെ നോക്കണ്ട. പേര്? അത് ഇതാണ് ഫസ്റ്റ് എപ്പിസോഡ് നോക്കണ്ട. അത് 2000 മേക്കിംഗ് പിന്നെയാണ് അത് 2018 മേക്കിംഗ് ഒക്കെ ആയത്. ഫസ്റ്റ് ആരാ? ഭയങ്കര പോലായിരിക്കും, പിന്നെ അതാവും. ഓ ഇജ്ജിപ്പോ എനിക്ക് സാധനം തരാനൊക്കെ ഇപ്പൊ കൊടുത്തു വരുന്ന. ഞാൻ ലൈവാണേ. വരും ശരിക്കേ പോയല്ലേ. മാരേജ് ലൈഫ് എങ്ങനെ പോകുന്നു? ഇതാ ഇങ്ങനെ പോകുന്നു കണ്ടില്ലേ. ബ്രേക്കിംഗ് ബാഡ്. സോനുവിനെ വിളിക്കാനാ? ഇല്ലടാ, ഓളൊരു എന്താടാ ഇൻട്രോവേർട്ടാണ്, മനസ്സിലായോ? ദൈവമേ കയറിങ് സുനു ഒന്ന് മാലിക്ക്. ആര് സുനു ഇൻട്രോ കേട്ടോ? അതാടാ സ്നേഹമുള്ളവർ അങ്ങനെ കാരണം ഗൈസ്, മനസ്സിലായില്ലേ? വരച്ച് വരാം, അതെ നമ്മൾ വരച്ച് വരയിൽ നിർത്തും, അത് നമ്മളെ കഴിവാണ്. തിരിച്ചാണെന്നുള്ളതൊക്കെ ശരിക്കും തിരിച്ചാണെന്നുള്ള ചിരിയിൽ അറിയാം. എന്ത് വിളിക്കുന്നോ? ഇവിടെ നാനെ കാണാന്ന് അറിയണ്ട് കൊറേ ആൾക്കാര്. അനക്ക് വരാൻ മടിയോ? ക്യാമറ ഓഫ് ആക്കാൻ പിന്നെ തന്നെ. ആ ക്യാമറ ഓഫ് ആക്കി നിങ്ങട് വാ. ഇല്ല ക്യാമറ ഓഫ് അങ്ങട് വാ. പറ്റിക്കുന്ന ഇത് ക്യാമറ ഓഫ് എത്തി അമ്മക്ക് മാത്രമേ കാണുള്ളൂ, ഇത് വേറെ കാണൂല. ഇജ്ജ് പൊട്ടത്തി എല്ലാരും ക്യാമറ ഓണാക്കി ഷെയ്ക്ക്, ക്യാമറ ഓണാക്കി ഷെയ്ക്ക്. എന്താണ് ഇങ്ങനെ ക്യാമറ ഓഫ്? ക്യാമറ ഓഫാ, ക്യാമറ ഓഫാ. എനിക്കറിയാം, ഞാൻ ചുമ്മാ ഇട്ടതല്ലേ. ഇല്ല ക്യാമറ ഓഫാ. ഇജ്ജ് എന്നെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ, ഇങ്ങോട്ട് വാ. 3000 പേരുണ്ട് ശരിക്ക്. അല്ല ഇജ്ജ് മറ്റേ സാരി കൊടുത്ത് അങ്ങനെ വരുന്നു വേണ്ടേ? പത്രം പോറിയിരിക്കേ ഭയങ്കര ബുദ്ധിങ്ങായി. ബുദ്ധിങ്ങ തന്നെ. സുനു ഫാൻസ് പാണ്ടിക്കാട്. ശരിക്കും വൈക്കിങ്സ് കാണുന്നോ? അതൊക്കെ ഏതാടാ സീരീസ്? ഒരുപാടുണ്ട് ശരിക്കും. വൈക്കിങ്സ് ഒന്നും കണ്ടിട്ടില്ലല്ലേ? ഞാൻ പറയട്ടെ, ഞാൻ ആകെ മണിയേസ്റ്റും ശരിക്ക് ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ട് മറ്റേ ഒറിജിനാലിറ്റി പറഞ്ഞില്ലേ ആ കാലത്ത് തന്നെ. വൈക്കിങ്സ് സെയിം സെറ്റപ്പ് ആട്ടോ. കഴിയുമ്പോഴേ നമുക്ക് അടുത്ത് എന്താ ചെയ്യുന്നതെന്നൊക്കെ തോട്ട് വരും. അങ്ങനത്തെ സീരീസ് ആണ് ഈ ലോസ്റ്റ്, വൈക്കിങ്സ് ഒക്കെ. ഇങ്ങോട്ട് വാ. അങ്ക് ചേർവാണോ? ഇജ്ജ് സ്ട്രീം ചെയ്യോ? ഗെയിമിംഗ് ഷെയർ കൊടുക്ക്. അങ്ക് സ്ട്രീം ഷെയ്ക്ക്. പിന്നെ സാധാ ചേർല് ഷെയ്ക്കുന്നാ. ആ ടി വി അവിടെ വെച്ചിട്ടേ കുട്ടികൾക്ക് ഇപ്പൊ മറ്റേ ചിൽഡ്രൻസ് പാർക്ക് മാതിരി ആയിക്കണ്. ഫുള്ള് യൂട്യൂബില് മറ്റേ അണ്ണാൻ ചാടണത്, മറ്റേ ഇത് മൊയില് മറ്റേ ഇത് തിന്നണത്, അതൊക്കെയാണ് ഞമ്മളെ ടിവിയില് സജഷനിലൊക്കെ വരുന്നത്. പെങ്ങളെ കുട്ടികളെ
ഷെയ്ക്ക് വേറൊരു സീരീസ് ഉണ്ട് കേട്ടാ, ഈ ഗെയിം ഓഫ് ത്രോൺസിനൊക്കെ അത് കിടുന്ന ഒരു സീരീസ് ഉണ്ട്. അത് സിനിമയാ, അത് കണ്ടാ അത് കിടുന്ന സാധനമാ. ഏതാണെന്നറിയോ? 50 Shades എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. കിക്ക് ഷെയ്ക്ക് കിക്ക് ഷെയ്ക്ക് കിക്ക് ഷെയ്ക്ക്. അത് സത്യം ഷെയ്ക്ക് കിട്ടുന്ന സാധനം. That's our RG7 tell her members to- room. Tell her to get out from that room. മാലിക് പിന്നെ പള്ളി പോയി പറഞ്ഞു ഞങ്ങൾ ഏത്? അയ്യോ മാലിക് അത് സീനാവും. ഷെയ്ക്കിനെ പടിയിട്ടല്ലേ തലക്ക്. 50 Shades of Grey അതൊക്കെയാണോടാ ഒരു ഇത് എന്താ പറയാ സീരീസ്. അലിസ് ഇൻ ബോർഡർലാൻഡ്. കിക്ക് ഷെയ്ക്ക് ഷെയ്ക്കിന് കിക്ക് ചെയ്യാൻ എന്നിട്ട് മാലിക് ഡൗൺ. DC അതെ DC നോക്കാം. ഇവളൊന്നും വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ലോക നമ്പർ 1 ബില്ലിങ്ങാണ്. ഇജ് മേക്കപ്പ് ഒക്കെ ഇട്ട് മറ്റേ ഇതില് വന്നിരിക്കണ മാതിരി ഇരിക്കൊന്നും വേണ്ട. മോംഗ്ലി ഈസ് ലൈവാ. ഇതാരാ ബിലാല് മോംഗ്ലി ആയ അതില് മണവാളിനും പിള്ളേരും. ഭൂമി ബെറ്റർ. അതെ അതെ സത്യം. എന്തേ ഭൂമി തന്നെ സത്യം പറഞ്ഞ ബെറ്റർ അങ്ങനെ നോക്കുകയാണെങ്കിലേ. ഇല്ല അങ്ങനെ പറയുന്നത് ഷെയ്ക്ക്. കുറിപ്പ് വീഡിയോതാ ഷെയ്ക്ക് ഇപ്പൊ നാളെ തോന്നുന്നുള്ളൂ. നാളെ ലൈവില്ല. സത്യം അവിടുത്തെ അടുത്തുള്ള തുറപ്പ് എന്തൊക്കെയോ മാറ്റി വെച്ചോ. നമ്മക്ക് അങ്ങനത്തെ പേടിയില്ല. നാളെ ലൈവ്. ഷെയ്ക്ക് അതുണ്ട് ഏതാ ആരടാ ചെയ്യാൻ സ്റ്റോറി ഇട്ടത്? പേടില്ലല്ലോ ബ്രോ. ലൈവ് കഴിഞ്ഞിട്ട് ഒരു പേടിയില്ല. കുറിപ്പ് വീഡിയോ താഴെ. കുറിപ്പിന്റെ വീഡിയോ ഇട്ടടാ കണ്ടില്ലല്ലോ. ഇതാണോ? ഇല്ല കുറച്ച് താഴെ താഴെ കുറച്ചുകൂടി താഴെ. അതെ കുറിപ്പും പിള്ളേരോ ഇപ്പൊ വരും. സെന്റർ ആണ്. അപ്പൊ എൻട്രി ആണോ? ഇതാരാടാ ബാക്കില്? പപ്പടം ഇക്രു ജോഷുവ വരെ കൂടെയാണോ അതിന് വന്നേ? കൊച്ചിർക്കൻ അല്ലല്ല ജോഷുവ ബിലാലിന്റെ കൂടെ അല്ലായിരുന്നാ? അല്ല അതാ ജോഷുവ നിക്കണതാ റെഡ്. ജോഷുവ അവിടെ പക്ഷെ എന്താ ലേറ്റ് ആയപ്പോ? ഫ്ലഫിയ ലോക്കി. ഇതാരാ? ഉസ്മാനാണുള്ളത് അല്ലേ? അതും ക്യാമറ എടുക്കാൻ പോയത് ഉസ്മാൻ. ബാബയും മക്കളൊന്നാ ഇക്രും പപ്പടവും. ബിലാൽ വീഡിയോ ഇട്ടരോ? അത് എന്നെ കാണും. അത് അനക്കമ്പോത്തിന് കുറവായില്ല. കള്ളത്തിച്ച് അപ്പുറത്തേക്ക് പോയിക്കൊന്ന ഇവിടെ ഇറങ്ങാറായി നിൽക്കണ. എന്ത് അന്ന് കെട്ടി വെച്ചാ പറയാൻ ഇങ്ങനെ ഒരു ഇത് നാളെ മുതൽ ഈ റൂം തുറന്നു തരൂല കേട്ടോ. അപ്പുറത്തെ റൂമിൽ അങ്ങനെ ഇരിക്ക. ടിവിയിൽ പോയാണ്ട് കാണി വേണ്ടി ലൈവ്. ശരിക്കും മൊബൈലിൽ കാണിച്ചു കൊടുക്കുക. ഇല്ല എന്ത് പൂക്കി ചോദിക്ക. പൂക്കൊന്നല്ല ബ്രോ. നമുക്കൊരു ബ്രോ നമ്മള് കുറച്ച് സത്യത്തിൽ മാറ്റി ശരിക്കും ഒരുപാട് നേരം വെക്കണ്ട. ക്ലിപ്പ് ആവും ഇതൊക്കെ. ബിലാൽ ആരെ കൂട്ടുപിടിച്ചാലും അച്ഛനും മോനെ പോലെ കരടാ. അതങ്ങനെയാണ് സീരിയസ്ലി. ആ രണ്ടാമത്തെ ഫോട്ടോ ഉണ്ട്. എന്തോ പിടിച്ചിട്ട് കഷത്തിറങ്ങി വെച്ചിരിക്കുന്ന പോലെ രണ്ടാമത്തെ ഫോട്ടോ ഇതല്ലേ? മോനെന്താ വേണ്ടത്? സത്യം പറയല്ല. ZenX മറ്റേ മുടിയൊക്കെ വെട്ടിയപ്പോഴാടാ ഒന്ന് സത്യം പറഞ്ഞ ഒരു മനസ്സക്കോലായത്. അതുവരെ ബോച്ചായിരുന്നവൻ. അത് ഓർമ്മ ഉണ്ടോ നിനക്ക്? Unidentified armed gang. Few people of the gang was armed with illegal weapons which they used to kidnap the reason they identified. Reason is not found yet. ധ്യാനാണല്ലോ. ഇത് MRG ആയിരുന്ന സമയത്ത്. ഇതാരെന്നറിയോ? ഇത് മറ്റേ മിസ്റ്റർ എക്സിലെ ഒരുത്തനെ തൂക്കിയില്ല. അതാണോ ഡൗട്ട് ഉണ്ട് കേട്ടാ. ഇത് ഞാനാണേ. ഇത് ചാർലി. ബിലാൽ അതവിടെ. ഇതൊക്കെ ഒന്ന് നിക്രോണുന്നുണ്ട്. ഇത് ആരാടാ ആള്? അറിയില്ല. മിസ്റ്റർ എക്സിൽ ഒരുത്തനെ തൂക്കിയില്ലായിരുന്നോ? മിസ്റ്റർ എക്സിൽ അന്ന് ഒരുത്തനെ തൂക്കിയില്ലായിരുന്നോ? എന്തോ വള്ളിയായിട്ട്.
ഓനാ ബിലാൽ വീഡിയോ എവിടെ ബിലാലിന്റെ വീഡിയോ ഇതോ ഇതാരട്ടെ സോറി ഇത് കണ്ടത് കുറച്ച് അതാ പഴയ സാധനല്ലേ. എടാ നമ്മൾ പോസ്റ്റേഴ്സ് ഒന്നും ചെയ്തില്ലല്ലേ, അതല്ല ഞാൻ പറയട്ടെ, ഒരു സിനിമാറ്റിക്സ് വരാനുണ്ട്. പക്ഷെ അത് ഈ മാരേജിന്റെ തിരക്ക് കൂടെ ഒക്കെ ആയതുകൊണ്ട് ടൈമൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. മാലിക്കാണെന്നുണ്ടെങ്കിൽ എക്സാംസിന്റെ തിരക്കായതുകൊണ്ട് ഇതെന്താടാ കട്ടിയേ സുന്നത്ത് കല്യാണം നോക്കിയല്ലേ നമുക്ക് നോക്കിയുടെ ഇവനാണോ ഒത്താൻ? ഇവന് ഇതിന്റെ പരിപാടി മൂർച്ച കൂട്ടി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ബിലാലിന്. നമ്മുടെ കാലിത് എന്ത് പരുക്കം പണിയാടാ. കാലിത് നോക്കിയാനെ എടുത്ത് WWE ആയിരുന്നു അവിടെ, സത്യം പറയല ആ റൂമില്. ആ വീഡിയോ ഉണ്ട് നോക്കിയുടെ മേലെ കിടക്കുന്നത്. നോക്കിയ സത്യം പറയാലോ, നോക്കിയക്ക് കഴിയാത്തോണ്ട് അല്ലെങ്കിൽ 2 കിട്ടിയെങ്കിലും നോക്കിയ തിരിച്ചടിക്കുമായിരുന്നു. കൊള്ളാം. എടാ ഇത് തുറക്കാൻ പറ്റൂലടാ ഇൻസ്റ്റഗ്രാമ്. ഈ സാധനം കൊണ്ട് ഫുള്ള് ഇതൊന്നല്ല, പുട്ട്, കടല, മറ്റേ വെള്ളപ്പം, ഇറച്ചിക്കറി, ഇതൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിൽ. തങ്കന്റെ അണ്ടി ബീഫ് കറി. ആ സത്യം, ബീഫ് കറിയും പുട്ടും പിന്നെ അതിക്ക് പൊറാട്ടയുണ്ട്. പൊറാട്ട അറിയാതെ തള്ളിയിട്ടേക്കാരം ബീഫ് കറിനെ. പച്ചക്കറീസ് മാട്രിമോണിയിൽ മോനെ കണ്ടപ്പോ തന്നെ പിന്നെ എന്തൊക്കെയുണ്ട്? ഇപ്പം 2 അണ്ടി ഫാക്ടറി ഉണ്ട്. ഒന്ന് നെടുമങ്ങാട്, പിന്നെ ഒന്ന് കാക്കനാട്, പിന്നെ ഉഗാണ്ടയിലോട്ട് ഉണ്ണിയപ്പം കയറ്റുമതിയും ഉണ്ട്. ഞങ്ങൾക്ക് ആലുവയിൽ അലുവ കച്ചവടമാണ്. വിശേഷങ്ങളൊക്കെ എന്താ? വിശേഷം നടത്താൻ ഇയാളെന്താ ഗർഭിണിയാണോ? എടാ കാട്ടുകടയാടിക്ക പഴുത്തോനെ, മൺചട്ടി മലരെ, നിന്റെ അച്ഛന്റെ അച്ചപ്പം അപ്പൂപ്പന്റെ അരിയുണ്ടാ. അവന്റെ ഒരു തമാശ എന്ത് കോലാന്നല്ലേ സത്യം. ഇത് കണ്ട ഇത് ഞാൻ പറയട്ടെ, കുട്ടിയാളെ പറ്റിക്കുന്ന റീലാ. പക്ഷെ നമ്മള് അറിയാതെ ഇതിമ ഇരുന്ന് അഡിക്റ്റ് ആയി പോകും. സത്യം പറയല്ലേ, ഇത് ഒരു 2 വീഡിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേജിൽ പോയി ഇതിന്റെ ലാസ്റ്റ് റീസെന്റ് വാച്ച്ഡ് ഏതാന്ന് കണ്ടിട്ട് അതിന്റെ ബാക്കി ഓരോ എപ്പിസോഡും ഇരുന്ന് കാണും. ഞാൻ കാണാറുണ്ട്. അതങ്ങനെ ആണടാ, അതങ്ങനെ കണ്ടുപോകും. നമ്മളറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിന്റെ അഡിക്റ്റ് ആയി പോകും. എത്ത് മുട്ടായിരുന്നു ചിലപ്പോ ചില നേരത്ത്, എന്നാലും പിന്നെ ആയിരുന്നു കാണും. എന്താ കളിയാണോ NX ഒക്കെ? ഇതൊക്കെ കണ്ടതല്ലേ? ഇത് ശരിക്കേ നോക്കിയുടെ കോമാളി ഒന്നും കേൾക്കണില്ല. ഇത് നമ്മൾ കണ്ടതാവുന്നുണ്ട്. ഇത് കണ്ടണാ നോക്കിയുടെ കോമാളി. പക്ഷെ എത്ര അപ്പാർട്ട്മെന്റ് ആടാ വേസ്റ്റ് ആയത് അവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാ വെറുതെ റെന്റും കൊടുത്ത് കുറേ പേര് വന്നില്ല. ഉസ്മാനെ നോക്കി ഉസ്മാൻ, അതെ ഞാൻ പറയാൻ വന്നതാ. ഉസ്മാനൊന്നും കാണിക്കാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മാക്കിന് പറ്റില്ല, മാക്കിന് കഴിവുണ്ട്, അതാണ്. മിന്നൽ മോണ്ടേജ് ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. ആരെന്തോ ഇത് പ്രണവ് ഞാൻ കണ്ടതാ. പ്രണവൊക്കെ നമുക്കറിയോ, പ്രണവിന് ലാപ്പ് ഡിസ്പ്ലേ ഓൾറെഡി ഇല്ല. അവൻ ഏതോ ഫ്രണ്ടിന്റെ മോണിറ്റർ വെച്ച് കണ്ടാ നിക്കണേ. പിന്നെ ഓഫീസ് മൗസ് വെച്ച് കണ്ടാണ് അവൻ കളിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പീസ് കുറച്ച് ആൾക്കാരെല്ലാം അതിപ്പോ പറയുന്നില്ല. അതിനെ പറ്റി ഇപ്പൊ പറഞ്ഞാൽ തരാം, ശരിയാവും. സൂൺ വരുന്നുണ്ടെല്ലാം. എല്ലാം സൂൺ വരും.
അവരെന്തൊക്കെയാ പറയണേ അറിയോ? വണ്ടി ഓട്ടിക്കുമ്പോ അവനിടി ഇവനിടി വീഡിയോ പറയുന്നു. ഞാൻ അതിന്റെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഞാനത് PC എല്ലാവർക്കും സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ച സമയത്താണ് ആദ്യം അലക്സ് പോണത്. അലക്സ് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞോടുകൂടി തന്നെ ഫ്ലഫി ഇതേപോലെ എന്താ പറയുക ഭയങ്കര ബ്രേക്കായി, ഭയങ്കര ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ഫ്ലഫി ഇതേപോലെ കുറച്ച് ഇനാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അതേപോലെ മൊത്തത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഫണ്ടും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തന്നത് ഇതേപോലെ നമ്മളെ ദിൽഷാ ബ്രോ ആയിരുന്നു. ഞാനും ദിൽഷാ ബ്രോ തന്നെ നമ്മൾ സംസാരിച്ചാണ്ട് ഇപ്പോൾ ആർക്കും ഒന്നും കൊടുക്കണ്ട, ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കിയിട്ട് ആ സമയത്ത് റെക്സ് പോയി. അങ്ങനെ ഓരോരുത്തർ പോവാ. നമ്മൾ എക്സാറ്റിസിൽ ഗ്യാങ് ആവൂല, നമ്മളെ ഹോപ്പ് പോയ സമയത്ത് നമ്മൾ കൂടെ ആരൊക്കെ നിൽക്കും ആരൊക്കെ നിൽക്കൂല എന്ന് ഉറപ്പില്ലാത്തൊരു ടൈം വന്നപ്പോൾ കുറേ പേര് ഇതേപോലെ പോയി. അങ്ങനെ നിൽക്കുന്ന ടൈമിൽ നമ്മളൊന്ന് ഹോൾഡ് ചെയ്തതാ. അത് നോക്കിയിട്ട് ആർക്കൊക്കെയാണ് ഡിസേർവിങ് ആയിട്ട് അല്ലെങ്കിൽ ആരൊക്കെ ഡൗൺ ടൈമിലും കൂടെ നിൽക്കുന്നൊക്കെ നോക്കി കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് കൊടുക്കാമെന്ന് കരുതിയാണ്ട് പെൻഡിങ്ങിൽ വെച്ചതാ. ഞാൻ സീരിയസ്ലി പറയാല, എന്നിട്ടും നമ്മൾ ഗ്യാങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, ഉള്ളോടത്ത് വന്ന് കളിക്കാന്ന് പറഞ്ഞ് നിന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇതിൽ കുറേ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. കുറേ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ പേര്, കുറച്ച് പേര് പിന്നെ അതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കുറേ പേര് ഇതിൽ സ്റ്റിൽ എന്താ പറയുക നമ്മൾ എക്സിൽ ഗ്യാങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും വേറെ ഗ്യാങ് കളിക്കുന്നില്ല. നമ്മളെവിടെയെന്ന് വെച്ചാൽ ഷെയ്ക്കും മാക്കും നമ്മളൊക്കെ എല്ലാവരും എവിടെയെന്ന് വെച്ചാൽ അവിടെ മാത്രമാണ് നമ്മൾ നിൽക്കുക എന്നുള്ള ഒരു സാധനം പറഞ്ഞത് കുറേ പേരുണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു കൺഫർമേഷനൊക്കെ ആയിക്കോട്ടെ, ഒന്നൊന്ന് സെറ്റായി ഒന്നൊന്ന് റെഡി ആയിട്ട് PC കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഓൾറെഡി ഞാൻ പറയാലോ ഒരുപാട് എമൗണ്ട് അതിന് കിട്ടിയതാണ്. അത് നമ്മുടെ അടുത്ത ഫണ്ട് ഉണ്ട്, ദിൽഷാ ബ്രോ തന്നതുണ്ട്, അണ്ണോൺ ബ്രോ തന്നതുണ്ട്, കുറേ പേര് തന്നത്, കുറേ പേര് ഹെൽപ്പ് ചെയ്തതുണ്ട്. അതിന് എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യും. ടെർബോ ഡിസേർവ് PC. സത്യം പറയല്ലേ, ഞാൻ ടെർബോക്ക് PC ഞാൻ എടുത്തു കൊടുത്തിട്ട് ടെർബോ അതുകൊണ്ട് ഒന്നും ഓന് ചെയ്യാനില്ല നിലവിൽ. എക്സലാൻറ്റിസിൽ ഓന് എന്തായാലും ഗ്യാങ് ആയാലും ഓന് കളിക്കാൻ കഴിയൂല. ടെർബോക്ക് ഞാൻ വേറൊരു ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി ടെർബോൻ്റെ ചാറ്റ് ഉണ്ടാവും എൻ്റെ അടുത്ത്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീട്ട് ടെർബോ അടാ ഇവൻ്റെ മറ്റേതാട്ടോ, ഡിസപ്പയറിങ് മെസ്സേജാ. ടെർബോ അറിയുന്ന വിസ്ഡം അതാ ഈ കോമാളി ഇതാ ഇവൻ. ഈ മണ്ടനെ ഞാൻ എന്താ പറയുക, ഇവന് PC ഞാൻ എടുത്തു കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, എല്ലാവർക്കും അത്യാവശ്യം നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് എല്ലാവർക്കും ഏണിങ്സ് ഇപ്പോൾ കിക്കുന്നൊക്കെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഓൾറെഡി ടർബോ അവൻ്റെ പൈസ കൊണ്ട് തന്നെ PC എടുത്തോളാന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അതൊന്നല്ലാതെ അന്ന് ഫൈനലിൽ ലാസ്റ്റ് മാച്ച് 2 മാച്ച് കളിക്കുന്നതിന് പോണതിന് മുമ്പ് എനിക്ക് ഇതേമാതിരി മെസ്സേജ് ഇട്ടാണ്ട് ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് ചെയ്തു തരും, ഞാൻ എന്തായാലും നന്നായി കളിച്ച് ഞാൻ സ്ലോട്ട് നമുക്ക് മേടിച്ച് തരും എന്നുള്ള രീതിയിൽ ടർബോ അതേമാതിരി പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് അതേമാതിരി പറഞ്ഞത്, നീ നന്നായി കളിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ വേറെ ഗിഫ്റ്റ് മേടിച്ച് തരും എന്നുള്ളത്. അതിന് ഗിഫ്റ്റ് ഞാൻ സെറ്റാക്കിയിരുന്നു ഞാൻ ഓൾറെഡി. പക്ഷേ മാരേജിന് വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി. പക്ഷേ ഈ കുണ്ണ വന്നില്ല മാരേജിന്. ഞാൻ ഓണം പരിപാടിക്ക് വരുമോ നോക്കാം, അപ്പോൾ അന്ന് കൊടുക്കാം. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാൽ ആ PC അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ അതിനൊരു സെർട്ടൻ എമൗണ്ട് അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനത് യൂസ് ചെയ്യാൻ കഴിയൂല, മനസ്സിലായോ? അതിന് പകരം നമ്മളിൽ തന്നെ ഒരുപാട് PC കിട്ടേണ്ട ഒരുപാട് പേര് നമ്മളിലുണ്ട്. അപ്പം അതൊക്കെ നോക്കി കണ്ട് നമ്മൾ ചെയ്യാം. ഹബീബി ബ്രോ താങ്ക് യു ഫോർ ദ 50 കിക്ക് പോയിന്റ്സ്. മീൻസ് ലോട്ട്. ഞാൻ പറയട്ടെ, ഹബീബി ബ്രോ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഇതേപോലെ പുള്ളി ഇതേപോലെ ഭയങ്കര ടൈറ്റായി നിൽക്കുന്ന സമയത്ത് പുള്ളി ഇതേമാതിരി ഫണ്ട് അയച്ചു തന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചയച്ചു കൊടുത്തത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അത്രയും സീരിയസ്ലി പുള്ളിക്ക് നല്ല പേഴ്സണലി ഭയങ്കര ഇഷ്യൂ ഉണ്ടായ സമയത്ത് പോലും നമ്മളെ ഡെഡിക്കേറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്തുന്ന ഒരാളാണ് ഹബീബി ബ്രോ. പിന്നെ ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ ഉണ്ടായിട്ട് പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് കരുതിയാണ്ട് ഫണ്ട് അയച്ചു തന്നതാ പുള്ളി. നോക്കിയ അതൊന്നും അല്ലടാ, കുറേ പേര് നിങ്ങൾക്ക് ഞാൻ ഇത് ഓൾറെഡി മനസ്സിൽ കണ്ട കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. കിട്ടാൻ ഡിസേർവിങ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളത് കൊടുക്കും. അതാണ് PS5 ഓർ ടർബോ എന്നാ. PS5 ഒന്നും കേരളത്തിൽ എവിടെയും കിട്ടാല്ല, ഇന്ത്യയിലൊന്നും എവിടെയും കിട്ടാല്ല. ആണ് നടന്നോ? സുനു വേർന്നാ? സുനു അവിടെ തലാട്ടിങ്ങാണ്ട് പോയിക്കൊന്നാ. എന്നെ കുറേ നേരം ഇവിടെ എല്ലാവരും ചോദിച്ചേ.
പ്രണവൻ കിഡു സത്യം പറയാം, കിഡു ഒക്കെയാണ് സീരിയസ്ലി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയർ. എടാ അതിൻ്റെ ലൈവ് ഞാൻ പറയട്ടെ, 10 സെക്കൻഡ് ഡിലേ. നാളെ അത് റെഡി ആക്കണം ആദ്യം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതൊന്ന് കുറച്ച് ചാറ്റിൽ കൊണ്ടുവന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക്